ഹലോ. ഹലോ. വൈദ്യരെ, ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് വരാൻ പറ്റൂല? അതെന്താ? എനക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഈ നമ്മൾ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടുള്ള ഒരു അത്യാവശ്യം പാടില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? തടവുമ്പോ നിർത്താനേ പറ്റൂല. ആഴ്ചയിൽ 3 ദിവസമല്ലേ തടവ്, ഒന്നരാടൻ ഇടവിട്ട്. അതെ. അല്ല, വൈദ്യരെ തടവൽ തന്നെയാണ് പ്രശ്നം. എന്താണ് തടവലിന്റെ പ്രശ്നം? അല്ല, തടവി തടവി ഇപ്പം നോക്കുമ്പോ എനിക്ക് ഒരു എന്തോ ഒരു ക്ഷീണോ. വൈദ്യരല്ലേ ആദ്യം പറഞ്ഞത് പിന്നെ അടിവസ്ത്രമെല്ലാം ഇട്ടിട്ട് തടവാൻ പറ്റുമെന്ന്. ഇപ്പൊ അതൊന്നും ഇല്ലാണ്ടല്ലേ തടവുന്നു. ഞാൻ തുടക്കത്തില് അടി വസ്ത്രം കെട്ടിച്ചെന്നാണ് തടവാൻ തന്നെയല്ലേ തടവേ. പിന്നെ പിന്നെ അതില്ലാണ്ട് തടവുന്ന ഈ എണ്ണ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എത്തണ്ടേ. അപ്പോ അങ്ങനെ ഒന്നുമില്ലാണ്ട് തടവുമ്പോഴാണ് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് കാര്യങ്ങളിൽ എത്തുക. പിന്നെ തടവുമ്പോൾ തടവുന്ന ആൾക്കും ചെറിയൊരു സുഖവും സന്തോഷമൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ തടവുന്നത്. അത് എല്ലാവരും ഒന്നുമില്ല, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കൂട്ടരൊക്കെ തടവുമ്പോൾ അങ്ങനെയാണ് തടവുക. അതാണ് പ്രശ്നം. അതന്നെയാണ് പ്രശ്നം. അതെന്ത് പ്രശ്നം? അതിപ്പോ ഞാൻ നല്ല സുഹൃത്തില്ലേ തടയിട്ടിരുന്നു. സാധാരണ ഇപ്പം ഞാൻ ഒരാളെ തുടങ്ങും വേദനയൊക്കെ ആവും. നിങ്ങൾക്ക് വേദനയൊന്നും ആകുന്നില്ലല്ലോ. അല്ല, വൈദ്യര് ഇങ്ങനെ നടുവിനെ തടവി തടവി പിന്നെ ഏടിയല്ലോ ആണല്ലോ തടവുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ തടവുമ്പോ പിന്നെ അങ്ങ് മൊത്തത്തില് ഈ നമ്മള് മനസ്സറിയാണ്ട് കയ്യിൽ ഇങ്ങനെ പല ഭാഗത്തും തടയുന്നു. അത് ഈ ഒരു പണീന്റെ ഒരു പ്രത്യേകതയാണ്. ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല, അങ്ങനെ തന്നെയല്ലേ തടവുക. അല്ല, ഇത് കൊറേ തടവേണ്ടി വരുമോ ഇതിന്? ഈ ഒരു ലെവലിൽ പോയാൽ കുറച്ചു കാലം തടവേണ്ടി വരും, എന്നാലും ഇതങ്ങ് ക്ലിയർ ആവുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ശരിക്ക് വിളിച്ചോണ്ട് ചോദിക്കുന്നത്, ഈ തടവെടുത്തോളം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, തടവിടത്തോളം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതില് തടവേണ്ടി എനക്കൊരു എന്തോ ഒരു പോലെ. വൈദ്യര് നടുവിന്ന് തടവി തടവി, അല്ല മുകളിൽ നിന്നല്ലേ ആദ്യം തടവിയത്. എണ്ണപ്പാത്തി കിടന്നിട്ടുള്ള തടവ് എന്ന് പറഞ്ഞാൽ നടുവിന് മാത്രം എടുത്തിട്ട് എണ്ണപ്പാത്തിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും എണ്ണപ്പാത്തിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ശരീരത്തിന് മൊത്തം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണല്ലോ എണ്ണപ്പാത്തിയിൽ മൊത്തം ഇട്ടങ്ങ് തടവുന്നത്. അത് പിന്നെ മുഖം ഒഴിച്ച് താഴോട്ട് മൊത്തം എണ്ണയിൽ ഇങ്ങനെ കുളിപ്പിച്ച് തടവുന്നത്. അത് തടവുന്ന ആൾക്കൊരു സുഖമാണ്, പിന്നെ നിങ്ങൾക്കൊരു സുഖമാണ്. അല്ല, ഇല്ലാണ്ട് തടവുകയെന്ന് പറഞ്ഞാല് അതൊരു 3-4 തവണ തടവില്ലേ, ഇപ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. അല്ല, മല്ല വൈദ്യരല്ലേ പറഞ്ഞേ ഇനി കുറച്ചും കൂടി തടവാനുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. തടവുമ്പോ അത് ശരിക്കും എന്താ പറയാ, എല്ലാം സുഖമായി വരുന്നവരെ തടവുന്നല്ലേ നല്ലേ. അത് വൈദ്യര് പറഞ്ഞ ശരിയാ. പക്ഷേ എനക്ക് അങ്ങനെ ഇപ്പം വലിയ ഇതൊന്നുമില്ല. ഇത് നിർത്തിക്കഴിഞ്ഞാൽ വരും വരും വീണ്ടും വരും. അപ്പൊ അത് വരാണ്ടിരിക്കാതെ നമ്മൾ കുറച്ചു കാലം കൂടി ഇങ്ങനെ തടവും. പിന്നെ തടവുന്നതിന്റെ ഇടക്കൂട്ട് വേറെ അഭ്യാസങ്ങളൊന്നും പാടില്ല കേട്ടോ. ശരീരം ഇളകി നിൽക്കുന്നതാണ്. അല്ല വൈദ്യരെ, ഈ ആഴ്ചക്ക് 2 പ്രാവശ്യം ഇപ്പം തടവുന്നത്, അത് 1 പ്രാവശ്യം ആക്കി തരാൻ പറ്റുമോ? ആഴ്ചക്ക് ഇപ്പം 2 പ്രാവശ്യം തടവുന്ന 1 തവണയാക്കിയാൽ പിന്നെ തടവി ശരിക്കും ആഴ്ചക്ക് 3 തവണയാണ് തടവിക്കൊണ്ടിരിക്കേണ്ടത്. വൈദ്യര് 2 പ്രാവശ്യം തടവുമ്പം തന്നെ ഇങ്ങനെ ഒരു എന്തല്ലോ പോലെ ഒരു തോന്നല് തോന്നല് എന്ത് തോന്നലാണ്? അല്ല, വേറെ എന്തെല്ലോ ഒരു തോന്നല് വരുന്നു മനസ്സിൽ. അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ ആ തോന്നലൊന്നും ശരിയാക്കും. മാത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ. അല്ല, അതെങ്ങനെയാ ശരിയാക്കുക?
അതുണ്ട് തടവ്. അത് എങ്ങനെയാന്ന് വെച്ചാല് എണ്ണപ്പാത്തി കിടക്കുന്നതിന് മുന്നേ ഒരു തടവലുണ്ട്. അതില് ഈ പറയുന്ന ആ ഏനക്കടലിലങ്ങ് മാറും. അതിന് സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തടവലും കൂടി തടവാം. അല്ല വൈദ്യരിങ്ങനെ നടുവിന് തടിയിട്ട് ഇങ്ങനെ കാലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലേ? അതാണ് ഒരു വല്ലാതൊരു എന്തോ ഒരു നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുന്ന പോലെ. തടവിയിട്ട് എണ്ണ കാലിൻ്റെ അടിയിലും ശരിക്കും എല്ലാവരും തടവി പിടിപ്പിക്കണ്ടേ? നല്ല മസിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു എണ്ണമയം ഉണ്ടാവുമ്പോ. അല്ല വൈദ്യര് ആടെ മാത്രം നല്ല ശക്തിയായിട്ട് തടവുക, ബാക്കി അങ്ങ് മറ്റേ മെല്ലണ തടവി അങ്ങനെ. അതെന്താ അങ്ങനെ തടയുന്നു? അത് നിങ്ങൾക്കെന്നാ തോന്നി അങ്ങനെ തടവി വരും? അതിനാ ഞാൻ പറഞ്ഞേ, എനിക്ക് എന്തെല്ലോ തോന്നുന്നു. എന്തെല്ലോ ആ തോന്നൽ നമുക്ക് ശരിയാക്കി കളയാം. കിട്ടുമ്പോ എന്റെ ഈ വിരലൊക്കെ എല്ലോ കേൾക്കും. അത് തന്നെയാ പറഞ്ഞത്. തടവിന്റെ ഭാഗമാണ്. അങ്ങനെ തടവണോ? അത് ഈ ചെറിയപ്പക്കാരാണ്, നിങ്ങളെപ്പോലുള്ള 10-35 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാകുമ്പോ അങ്ങനെ തടവിയാല് എനിക്കും ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഈ തടവിക്കുന്ന ആൾക്കും അധികം അങ്ങനെയാണ് തൃപ്തി വരുന്നത്. അങ്ങനെ ഒരു തടവലൊക്കെ ഉണ്ട്. ചിലപ്പോ 2 വിരല് 2 സൈഡിലൊക്കെ അങ്ങ് കയറ്റി എണ്ണ കുത്തിക്കയറ്റിയൊക്കെ തടവണം. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. വൈദ്യരെല്ലാരും ഇങ്ങനെ തടവലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-35 വയസ്സിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെ തടവും. പിന്നെ ഇതിനിടെ ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു 10-20 വയസ്സുള്ളതാ. ഈ ബാക്കിലൊരു കുരുവായിട്ട് വന്നിട്ട് കുരു അത് മരുന്നിട്ട് അത് എടുത്ത് കളയണം. അപ്പൊ അത് ഇതുപോലെ തന്നെയായിരുന്നു. എണ്ണപ്പാത്തിയിലല്ല, വെറും ടേബിളിൽ ഇങ്ങനെ കിടന്നിട്ട് ഡെയിലി ഞാൻ ഈ കുരുവിന് മരുന്നിടണം. പിന്നെ ഇതുപോലെ തന്നെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പ്രസവിച്ചിട്ടുള്ള പോലെ കിടക്കണം. എന്നിട്ടാണ് ഈ കുരുവിന് മരുന്നിടുന്നത്. മരുന്നിട്ട് ലാസ്റ്റ് എന്തായി? കുരു പൊട്ടി 2 അതോടെ അവളുടെ കുരു പിന്നെയില്ല. കുരു 2 പൊട്ടി. മനസ്സിലായോ? അങ്ങനെ മനസ്സിലായി. പൊട്ടിയല്ലേ? ഗുരുവും പൊട്ടി, എന്റെ ഗുരുവും പൊട്ടി, അവളുടെ എല്ലാം തീർന്നു, സൂക്കേടും തീർന്നു. അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ അനക്ക് തടവി എന്നാ പൊട്ടുവോ? അത് വേഗം മാറില്ലെങ്കില് നിങ്ങൾ മനസ്സിലാച്ചാല് നമുക്ക് വേഗം അതങ്ങ് മാറ്റാം. അപ്പൊ വൈദ്യര് പറഞ്ഞ പോലെ ഇനി 2 ആഴ്ചയിൽ 2 തവണ തന്നെ പുരട്ടണം അല്ലേ? 2 അല്ല 3 തവണ ആണ് വേണ്ടത്. 3 തവണയായാ? ആദ്യം ഞാൻ 3 തവണയില്ല പറയുന്നത്. നമ്മളെ അസൗകര്യം കൊണ്ടല്ലേ 2 ആക്കിയത്. ഇവിടെ വരുന്ന എല്ലാവർക്കും 1.5 തളവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപ്പക്കാരികളൊക്കെ വരുമ്പോൾ ഞാൻ അധികം പൈസ ഒന്നും ഇടില്ല. കുറച്ച് പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ അവർക്ക് പണി കൂടുക. അപ്പൊ അതിന് ഞാൻ എണ്ണേൻ്റെ കുറച്ച് പൈസ കൂടുതൽ മേടിക്കും. നിങ്ങളെപ്പോലത്തെ കൂട്ടോട് ഞാൻ പിന്നെ അധികം പൈസ വാങ്ങിക്കുന്നില്ലല്ലോ. അല്ല വൈദ്യർക്ക് ഇതിനല്ലേ ഇപ്പൊ സമയോ? ഇത് 1.5 എല്ലാരും വരുമ്പോ ദിവസം ഉണ്ടാവൂലേ അന്നേരം വൈദ്യർക്ക് ഈ തടവിൽ? ദിവസം ഉണ്ടാവും. പക്ഷേ ഞാൻ അത് ഓരോരുത്തർ ഏറ്റവരെ അനുസരിച്ചിട്ട് കൊടുക്കുകയോ ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രായം കുറഞ്ഞ കൂട്ടരൊക്കെ വരുമ്പോൾ അവര് 1.5 തടവും. പിന്നെ കുറച്ച് പ്രായം കൂടിയ ചുക്കിച്ചുളിഞ്ഞ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരൊക്കെ ആഴ്ചയൊക്കെ 2 ദിവസം തടവിയാൽ മതി. അങ്ങനെ. അല്ല അപ്പൊ ഈ ദിവസം പിന്നെ ഒരു തടവലേ ഉള്ളൂ? എങ്ങനെ ഒരു തടവല്? അല്ല ഒരാളെ മാത്രമേ തടവൂ ദിവസം? അല്ല, നിങ്ങളത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത ആളുണ്ടാവും. നിങ്ങൾ കാണില്ലേ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ ഇരുന്നിട്ട് അവരെല്ലാം തടവേണ്ടതാണ്. എന്റെ അമ്മേ, അപ്പൊ വൈദ്യർക്ക് ഈ കൈയൊന്നും വേദനയാവൂലേ? എന്നാ തടവാൻ പൈസ നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. വൈദ്യര് കൊള്ളാം. അതെല്ലാരും പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞത്
വിചാരിച്ചിട്ട് ഇന്ന് വരാണ്ടിരിക്കണ്ട. അപ്പൊ കളവ് പറഞ്ഞല്ലേ വേറെ പോകാനുണ്ടെന്നൊക്കെ. അല്ല ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാ ഇന്ന്. അങ്ങനെ പറഞ്ഞു നോക്കണ്ട. നടുവിന്റെ സൂക്കേടൊക്കെ മാറി ഹസ്ബൻഡൊക്കെ വരുമ്പോഴേക്കും നടുവൊക്കെ നല്ല കച്ചാന്ന് ഇരിക്കണ്ടേ. എന്റെ പിന്നെ എന്തിനു കൊള്ളു. അല്ല വൈദ്യുതി പറഞ്ഞത് കൊണ്ടെന്നാ പിന്നെ ഞാന് ഇന്ന് വരാം അല്ലേ. ആ ഇത് നടു ശരിയായിട്ട് പിന്നെ ഒന്നിനും കൊള്ളൂല. എപ്പം പിന്നെ ഇങ്ങനെ ഇത് മലന്ന് കടന്നിട്ട് ഇങ്ങനെ കണ്ണീരേണ്ടി വരും. അതാനൊക്കെ വൈദ്യുതിയൊക്കെ വന്നപ്പോ മനസ്സിലായി. ആ പിന്നെ ഈ എണ്ണ ഇടുന്നതിന്റെ ഇടക്കൂട്ടുള്ള കളികൾ അത് എങ്ങനെ കളിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എങ്കിലും അറിയാതെ കൂട്ടൊന്നും കയറി കളിക്കരുത്. നടു പിന്നെ ജന്മത്തിൽ ശരിയാവൂല. നടുവിനെല്ലാം ചെയ്തങ്ങനെയാ. അല്ല ഈ നടുവിനിങ്ങനെ എണ്ണ ഇടുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ വഴുതി അങ്ങ് പോകുന്നതാ താഴോട്ട്, എണ്ണ തട്ടിയിട്ട് പോകുന്നതായിരിക്കും അല്ലേ. എണ്ണേന്റെ ഒഴുക്കിൽ മാത്രമല്ലല്ലോ, ഞാൻ തടവി തടവി ലാസ്റ്റ് അങ്ങോട്ട് നല്ല ഒഴുക്കിൽ കാണുന്നുണ്ടല്ലോ. അതെന്താ അത് വൈദ്യുതി തടുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തൊക്കെയോ ഒരു. അപ്പൊ അതെനിക്കറിയാം. ഞാൻ തടവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് കുറെ വഴുക്കലൊക്കെ ഇങ്ങോട്ട് വരും എണ്ണമയായിട്ട്. അപ്പൊ അത് ഞാൻ അങ്ങോട്ട് തന്നെ തള്ളി വിടാൻ വേണ്ടിയിട്ടല്ലേ വേറെണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഇതിന് പുറത്തേക്ക് വന്നിട്ട് എണ്ണയായിട്ട് മിക്സായിട്ട് അതുകൊണ്ടല്ലേ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കണ്ടേ. അപ്പൊ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വിരലിട്ട് തള്ളി കയറ്റി വിടുന്നുണ്ട്. അപ്പൊ നല്ല രസകരമായിട്ടില്ലേ തള്ളുന്നത്. നല്ല സുഖമില്ലേ അന്നേരം. സുഖമുണ്ട്. അത് അങ്ങനെ ഒരു കളിയാണ്. അതെല്ലാം നന്നായിട്ട് കളിക്കാൻ അറിയുമ്പോഴേക്കാണ് അങ്ങനത്തെ കളിയിൽ അറിയുന്നത്. അവിടെ വൈദ്യുതി കുറച്ച് തടവുന്നത് കുറച്ചും കൂടി അമർത്തി തടവണം അവിടെ. കഴുത്തിനാ? കഴുത്തിന്റെ കുറച്ച് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഇതായിട്ട് അവിടെ ഇന്ന് വന്നിട്ട് നല്ല വൃത്തിയിട്ട് തടവിത്തരാം. അമർത്തിയിട്ട് അതിന്റെ കുറച്ച് അമർത്തേണ്ട തലയെല്ലാം പറയാം. നന്നായിട്ട് അമർത്തിയിട്ട് വൈദ്യുതിയൊക്കെ ഞാൻ വന്നപ്പോ പറഞ്ഞതാ ഇങ്ങനെ കഴുത്തിനും ഷോൾഡറിനെല്ലാം ഉണ്ട്. അപ്പൊ വൈദ്യുതി നടുവിന് മാത്രമേ തടവെന്ന് വിളിക്കൂ. തടവൊന്നും പറയണ്ടേ. തടവണം ഒരിക്കൽ പറഞ്ഞ പിന്നെ ഇതങ്ങ് മറന്നുപോലെ. ഞാൻ മനുഷ്യന്മാർന്നില്ലേ. അല്ല വൈദ്യർക്ക് എന്തോ നടുവിനോട് കൂടുതൽ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ടാ പറഞ്ഞ. അല്ല നടുവിനോട് എന്തോ കൂടുതൽ ഇഷ്ടമുണ്ട് വൈദ്യർക്ക്. നടുവിന് പ്രത്യേക സുഖം. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ലീവാക്കാണ്ട് ഇങ്ങോട്ട് പോവാ.